സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ രാമായണം 2ാമത്തെ ദശകം, അതായത് 35ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചാൽ മൗലിരത്നം ദദൗതേ. സീതാദേവിയുടെ ചൂടാരത്നം രാമൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങയുടെ കയ്യിൽ ഗുരുവായൂരപ്പ തന്നല്ലോ രാമനാര, അങ്ങനെ അങ്ങാണ് എന്നുള്ള സംബോധനയാണ് നാരായണീയത്തിലൊരു പ്രത്യേകത. ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പറയുക, രാമൻ്റെ കയ്യിൽ കൊടുത്തു എന്നല്ല, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ കയ്യിലല്ലേ ആ ചൂടാരത്നം തന്നത്. ഒക്കെ സെക്കൻഡ് പേഴ്സണാണ് സംബോധന. അതൊരു രസമാണെന്നാണ് പലരും പറയണത്. ഗുരുവായൂരപ്പനോട് ഇങ്ങനെ സംവദിക്കാൻ പറ്റും നാരായണീയത്തിൽ കൂടെ. വേറൊരു കൃതിക്കും അങ്ങനെ ഒരു സൗകര്യമില്ല. ഗുരുവായൂരപ്പൻ മുമ്പിലാണുണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ഇങ്ങനെയല്ലേ ചെയ്തത്, അങ്ങയോട് ഇങ്ങനെയല്ലേ പറഞ്ഞത്, അങ്ങ് ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്നുള്ള ആ ഒരു ഗുരുവായൂരപ്പനുമായിട്ടുള്ള ഒരു ബന്ധം വരും എന്നാണ് ഈ നാരായണീയത്തിനുള്ള ഒരു ഗുണം. അതാ. അപ്പം മൗലിരത്നം ശിരോരത്നം കൊടുത്തതോട് കൂട്ട് സുന്ദരകാന്ഡം അവസാനിച്ചു. ഇനി ഒരൊറ്റ കാണ്ഡാണ് 8ാമത്തെ ശ്ലോകം വരേക്കും ഉള്ളത്. അവിടുന്ന് അങ്ങോട്ട് ഉത്തരരാമായണം. അങ്ങനെയാണ് അതിൻ്റെ ഘടന. ത്വം സുഗ്രീവാംഗദാതിപ്രബല കപിചമൂചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലതി നിശിചരേന്ദ്രാനുജ ശ്രീയമാണ. മേപ്പത്തൂരിൻ്റെ ആ വാക്കുകൾ പ്രയോഗിക്കേണ്ട ഭംഗി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രബല കപിചമൂ ചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ. കണ്ടു. പാരേ ജലതി നിശിചരേന്ദ്ര അനുജ ശ്രീയമാണ തപ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥന പാർത്ഥ്യ രോഷപ്രാർത്ഥാഗ്നേയാത്ര തേജത്രസത് ഉദതിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ശ്രദ്ധര വൃത്താവുമ്പോൾ അതിൻ്റെ ആ ഗാംഭീര്യം ഒന്നിങ്ങനെ കൂടും. ഒരു യത്നം കൊടുത്തു. ഇനി അടുത്ത കർത്തവ്യം എന്താ ചോദിച്ചാൽ സമുദ്രം കടക്കണം. ആര് കടക്കണം? ഈ വാനരസേന മുഴുവൻ കടക്കണം. ഹനുമാൻ്റെ സമുദ്രം കടക്കൽ കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞു. നീ എന്ത് വേണം? രാമസൈന്യം മൊത്തം സുഗ്രീവ സൈന്യം കൂടിയിട്ട് കടക്കണം. അതിനുള്ള ശ്രമമാണ്. സുഗ്രീവാംഗദാതിപ്രബല കപിചമു. സുഗ്രീവൻ, അംഗദൻ മുതലായിരിക്കുന്ന പ്രബലന്മാരായിരിക്കുന്ന വാനരന്മാരോടുകൂടി പ്രബല കപിചമു ചക്ര, പ്രബല കപിചമു പ്രബലന്മാരായിട്ടുള്ള സൈന്യ സമൂഹങ്ങൾ. ചമു എന്ന് പറഞ്ഞാൽ പ്രബല കപിചമു ചക്രം, അതിൻ്റെ കൂട്ടം. ചക്രോഭിക്രമ്യ വിക്രാന്ത ഭൂമി, ഭൂമണ്ഡലം മുഴുവനും ആക്രമിച്ചുകൊണ്ട് പുറപ്പെട്ടു ചെന്നു. ഇളകി മറിഞ്ഞു വശായി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഭൂമിയെ മുഴുവനെ വിറപ്പിച്ചുകൊണ്ട്. വിക്രാന്ത ഭൂമി ചക്ര, ഭൂമിയെ ആകെ കുലുക്കി പരിഭ്രമിപ്പിച്ചുകൊണ്ട്. നിശിചരേന്ദ്ര അനുജാശ്രീയമാണ്. നിശിചരേന്ദ്രന്മാർ രാക്ഷസന്മാർ. രാത്രിയാണ് അവർക്ക് ശക്തി കൂടുക. അതാണ് ഈ നിശി, രാത്രി. നിശിചരേന്ദ്രൻ, നിശാചരൻ, അവർക്ക് അങ്ങനെയുള്ള പേരൊക്കെ ഉണ്ട്. രജനീചരന്മാർ, നിശാചരന്മാർ. രാത്രിയാണ് ശക്തി അവർക്കൊക്കെ കൂടുക. നിശിചരേന്ദ്ര, അവരാൽ രക്ഷിക്കപ്പെടുന്നതായ രാവണാനുജനായിരിക്കുന്നിട്ടോ സമുദ്രതീരത്തിങ്കൽ വെച്ച് രാവണാനുജനായ വിഭീഷണൻ ശരണം പ്രാപിച്ചപ്പോൾ ആ വിഭീഷണൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് നിശിചരേന്ദ്ര അനുജാശ്രീയമാണ്. വിഭീഷണൻ ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു.
അതായത് എത്രയൊക്കെ പറഞ്ഞിട്ടും രാവണൻ അനുസരിക്കുകയോ നല്ലത് സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല ആട്ടിക്കളഞ്ഞു. നീ പോയിട്ട് രാമനെ ശരണം പ്രാപിച്ച് നേരെയാവ്, എനിക്ക് പറ്റിയ അനുജനല്ല നീ എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയതുകൊണ്ട് രാമ, അങ്ങല്ലാണ്ട് എനിക്ക് ശരണമില്ല. ധർമ്മം അങ്ങയുടെ ഭാഗത്താണ്, അധർമ്മം ആണ് ഏട്ടൻ്റെ ഭാഗത്ത് ഞാൻ പൂർണ്ണമായിട്ടും തിരിച്ചറിയണു. ഇതിൽ ഏട്ടന് നാശം ഉണ്ടാവും നിശ്ചയം. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് നശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആപത്ത് വരുമ്പോൾ ഏട്ടനെ ഉപേക്ഷിക്കുകയല്ല, അതല്ല അതിധർമ്മമാണോ എന്ന് ചോദ്യമുണ്ട്, അതല്ല ഇവിടെ. പക്ഷെ എന്തുകൊണ്ട് ആപത്ത് വന്നു അവിടെ ചിന്തിക്കേണ്ടത്. തികച്ചും വരുത്തി തീർത്തതല്ലേ. തെറ്റായിട്ടുള്ള ആ അധർമ്മ കാര്യങ്ങളെ കൊണ്ടാണ് നാശം വരുത്തി വെച്ചത്. അതിനെ ധർമ്മിഷ്ഠന്മാർക്ക് അനുകൂലിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. പരജലധി നിശിചരേന്ദ്രാനുജ, നിശിചരേന്ദ്രൻ രാവണൻ, നിശിചരേന്ദ്രൻ്റെ അനുജൻ വിഭീഷണൻ. നിശിചരേന്ദ്ര അനുജ ആശ്രയമാണ്, ആശ്രയിക്കപ്പെട്ടു. ഭഗവാൻ വിഭീഷണന് അഭയം കൊടുക്കുകയും ചെയ്തു. ആരെൻ്റെ കാക്കൽ വന്ന് അഭയം ചോദിക്കുന്നുവോ അവന് ഞാൻ അഭയം കൊടുക്കും. സുഗ്രീവൻ പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞു, പലരും പറഞ്ഞു. ഇവനെ ഹനുമാനടക്കം, ഹനുമാൻ മാത്രമാണ് കുറച്ച് അനുകൂലിച്ച് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ അവനെ സ്വീകരിക്കരുത്, ചതിയനാവാം, ചാരനാവാം എന്നൊക്കെ പറഞ്ഞു ഇല്ലേ. ഹനുമാൻ പറഞ്ഞു, ഇവനിൽ ദോഷമൊന്നും രാമ കാണുന്നില്ല. ഒരത്തൻ്റെ വാക്ക് കേട്ടാൽ അറിയാം അവൻ ചതിയനാണോ കളവുള്ളവനാണോ എന്ന്. കുറേയൊക്കെ വാക്കുകൊണ്ട് അറിയാമെന്നാണ്. ഭാവത്തിൽ മുഴുവനെ സത്യസന്ധനാവാൻ ഒരു ദുഷ്ടന് കഴിയില്ല, എത്ര ശ്രമിച്ചാലും എന്നാണ്. അതുകൊണ്ട് ഇവൻ്റെ ഭാവത്തിലും വാക്കിലും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവനെ സ്വീകരിക്കുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഹനുമാൻ പറയുന്നുണ്ട്. അഥവാ ചതിക്കാനാണ് ഉദ്ദേശം എങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ, അവൻ ജീവനോടെ ഇരിക്കുമോ രാമ? പിന്നെ എന്തിനു പേടിക്കണം? അങ്ങേക്ക് ഈ ലോകത്തിൽ എന്തിനെങ്കിലും പേടിക്കാനുണ്ടോ? അതും ശരിയല്ലേ, ചതിക്കാൻ പുറപ്പെട്ടാണ്ടോ നടക്കണു. ലോകം മുഴുവനെ സമുദ്രത്തെ കൂലി വിറപ്പിച്ചിട്ടുള്ള രാമനും സൈന്യവും സുഗ്രീവനെയും ചതിക്കാനോ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുക? മെനക്കെട്ടാൽ അത് പാഴാവുന്നല്ലാണ്ട്. അതുകൊണ്ട് ഇവനെ സർക്കാരും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പ്രാർത്ഥന പാർത്ഥരോഷ പ്രാർത്ഥ ആഗ്നേയാത്ര തേജസ്ത്രസത് ഉദതിഗിര. അപ്പോൾ ചിറ കെട്ടണമെങ്കിൽ എന്ത് വേണം? സമുദ്രത്തിൽ മാർഗം വേണം. അപ്പോൾ അതിലും പറയേണ്ട തത് പ്രോക്താം ശത്രുവാർത്താം നിശമയൻ. അങ്ങനെയാണെങ്കിൽ നീ രാവണ സൈന്യഭാഗത്തുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞു രാമൻ. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇന്ന ദിക്കിൽ ഇത്ര സൈന്യങ്ങൾ കാക്കുന്നു, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നടുഭാഗത്ത് ഇത്ര കോട്ടകൾ, കൊത്തളങ്ങൾ, കിടങ്ങുകൾ, അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ആ വിഭീഷണൻ പറഞ്ഞു കൊടുത്തു. അതാണ് തത് പ്രോക്താം ശത്രുവാർത്താം. ശത്രുക്കളെക്കുറിച്ച് രാവണനെക്കുറിച്ചുള്ളതായിട്ടുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞ് നിശമയൻ കേട്ടിട്ട് പ്രാർത്ഥനാപാർത്ഥ്യ രോഷാർത്താമ്ര പറയണ ചിറ കെട്ടാൻ വേണ്ടിയിട്ട് സമുദ്രത്തിനോട് വഴി ചോദിച്ചപ്പോൾ ഒന്നങ്ങനെ മടിച്ചു. ആഗ്നേയാസ്ത്രം കൊണ്ട് വിറപ്പിച്ചു സമുദ്രത്തെ എന്ന് പറയണം. ആഗ്നേയാത്ര തേജസ്ത്രസത് പേടിപ്പിച്ചു. ഉദതിഗിര സമുദ്രത്തിൻ്റെ വാക്ക് പ്രകാരം മധ്യമാർഗം ലബ്ധവാൻ, നടുക്കൂടെ വഴി മേടിച്ചു, നേടി. തത് പ്രോക്താം ശത്രുവാർത്താം വിഭീഷണ പറയപ്പെട്ട ശത്രു രഹസ്യങ്ങളെ വാർത്തകൾ അത് കേട്ടിട്ട് രഹസ്യദിശമയൻ രഹസ്യമായി കേട്ടിട്ട് സമുദ്രത്തിനോട് വഴി ചോദിച്ചു. പ്രാർത്ഥനാപാർത്ഥ്യ അഭ്യർത്ഥന ബലിച്ചില്ല എന്ന് കണ്ടപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ സമുദ്രം വിസമ്മതിച്ചു. അപാർത്ഥ്യം സാധിച്ചില്ല, അഭ്യർത്ഥന ബലിച്ചില്ലെന്ന് കണ്ടപ്പോൾ കോപിച്ചിട്ട് എന്ത് ചെയ്തു? ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് സമുദ്രത്തെ വിറപ്പിച്ചു.
രോഷപ്രാസ്ത ആഗ്നേയാത്ര തേജസ് ത്രസത് ഉദതിഗിര. ത്രസത് പേടിപ്പിച്ചു. ലബ്ധവാൻ മധ്യമാർഗം, അങ്ങനെ മധ്യത്തിൽ കൂടെ വഴിയെ നേടി. പ്രാർത്ഥന അപാർത്ഥ്യ രോഷ, ദേഷ്യം ഇങ്ങോട്ട് വന്ന് കലങ്ങിയ കണ്ണുകളോടുകൂടി ഒരൊറ്റ തുള്ളി വെള്ളം ഈ സമുദ്രത്തിൽ ഇല്ലാണ്ടാക്കാം ലക്ഷ്മണ, ആഗ്നേയാത്ര എടുക്കൂന്ന് പറഞ്ഞതോടുകൂടി എത്രയാ വഴി വേണ്ട വെച്ചാൽ അടുത്തോളൂ ഭഗവാനെ ഇവിടുത്തോട് പറയാൻ ആരാണ് എന്ന് പറഞ്ഞ മധ്യമാർഗത്തെ നേടുകയും ചെയ്തു. തം സുഗ്രീവാംഗദാതി പ്രബല കപിചമൂചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലതി നിശിചരേന്ദ്രാനുജാശ്രീയമാണ. പ്രബല കപിചമൂചക്രവിക്രാന്ത ഭൂമി, അനവധി വാനര സൈന്യങ്ങളാൽ സൃഷ്ടാനര സൈന്യങ്ങളെ കൊണ്ട് ഭൂമിയെ പേടിപ്പിച്ചു. വിക്രാന്ത, ഭൂമി കുലുങ്ങി, ഭൂമി കൂടി നടുങ്ങി എന്നൊക്കെ പറയാം. അതൊക്കെയാണ് ഈ വിക്രാന്ത. കപിചമൂ ചക്ര വിക്രാന്ത ഭൂമി ചക്രോ വിക്രമ്യ, ആ ഭൂമി ചക്രത്തെ കടന്ന്. നിശിചരേന്ദ്രാനുജാശ്രീയമാണ്, നിശിചരേന്ദ്രാനുജൻ വിഭീഷണൻ, നിശിചരേന്ദ്രൻ രാവണൻ, അനുജൻ വിഭീഷണൻ. ആശ്രീയമാണ്, ഇവിടെ രാമനെ ശരണം പ്രാപിച്ചു. തത്പ്രോക്താം ശത്രുവാർത്താം രഗതി നിശമയൻ, വിഭീഷണ പറയപ്പെട്ട ശത്രുവാർത്ത രഹസ്യത്തിൽ കേട്ടിട്ട് പ്രാർത്ഥനാപാർത്ഥ്യ രോഷപ്രാസ്ത ആഗ്നേയാത്ര തേജ ത്രസത് ഉദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. വഴി ചോദിച്ചപ്പോൾ ഒന്നങ്ങനെ മടിച്ചത് കൊണ്ട്, രോഷം കൊണ്ട്, ആഗ്നേയാസ്ത്രം കൊണ്ട് പേടിപ്പിച്ച് വഴിയിൽ കൂടെ മധ്യമമാർഗത്തെ നേടുകയും ചെയ്തു. അറിയോ, വലിയ ശ്ലോകമാണ്. അടുത്ത ശ്ലോകം നമ്മൾ തുടങ്ങിയാൽ കുറേ സമയമാവും. രാവിലെ ഒരുപാട് നീണ്ടു പോകുന്നത് വേണ്ടാന്ന് അടുത്ത ഭാഗത്ത് ആവാം. 12-15 മിനിറ്റ് താഴെ നീ തുടങ്ങിയാൽ അതിൽ നിൽക്കില്ല. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാർ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.